പൊതുവെ ആൾക്കാർ പറയുന്നതാണ് സൺസ്ക്രീൻ ഇടണം, മോയ്സ്ചറൈസർ ഇടണം എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇപ്പോൾ. പക്ഷേ ഈ സൺസ്ക്രീനും മോയ്സ്ചറൈസറും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കെമിക്കൽസ് തന്നെയാണ്. സോ അവർക്കൊരു ലോങ് ടേം അതിൻ്റെ സ്കിന്നിൽ ഒരു പ്രശ്നം വരാനുള്ള ഒരു കാരണമാകും അത്. മോയ്സ്ചറൈസേഴ്സിൽ യൂസ് ചെയ്യുന്ന യൂഷ്വൽ കോമ്പണൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിലുള്ള ഇൻഗ്രീഡിയൻസിനോട് സമാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ജനറലി ദേ ആർ വെരി സേഫ്. എക്സെപ്റ്റ് ദാറ്റ് ചില മോയ്സ്ചറൈസേഴ്സിൽ എക്സ്ട്രാ ഫ്രേഗ്രൻസസും എക്സ്ട്രാ കളേഴ്സും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളത് ട്രൈ ആൻഡ് അവോയ്ഡ്. കാരണം ആ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ആ ഒരു പ്രത്യേക കെമിക്കൽ കൊണ്ട് മാത്രമായിട്ട് അലർജി വന്നേക്കാം. അതർവൈസ് ജനറലി മോയ്സ്ചറൈസേഴ്സ് ആർ വെരി സേഫ്. ഓരോ ടൈപ്പ് മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്. കുരു ഉള്ള ഒരാൾക്ക് ഏത് മോയ്സ്ചറൈസറും മുഖത്ത് പുരട്ടാൻ പറ്റില്ല. ചില മോയ്സ്ചറൈസർ കാരണം തന്നെ ബ്രേക്ക്ഔട്ട് വന്നേക്കാം. അപ്പം അങ്ങനെ നോക്കിയിട്ട് വേണം. അപ്പം അതേപോലെ ഒരു പിഗ്മെന്ററി കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് ഇൻഡ്യൂസ്ഡ് അലർജി ഉള്ള ഒരാൾ ഫ്രേഗ്രൻസും കളറും ഇല്ലാത്ത പ്രൊഡക്ട്സ് നോക്കി വാങ്ങിക്കണം. അതുള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ അവരുടെ അലർജി കൂടാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത് സൺസ്ക്രീനിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ബേസിക്കലി കെമിക്കൽ അല്ലാത്ത എന്താ ഇപ്പം ഉള്ളത് അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജനും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഓർഗാനിക് ആണോ ഇനോർഗാനിക് ആണോ അല്ലെങ്കിൽ പ്ലാന്റ് ഡിറൈവ്ഡ് ആണോ എന്തായാലും അൾട്ടിമേറ്റ്ലി ഇതെല്ലാം കെമിക്കൽസ് തന്നെയാണ്. പ്രഗ്നൻസിയിലും അതുപോലെ തന്നെ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഫിസിക്കൽ സൺസ്ക്രീൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്ക് കെമിക്കൽ സൺസ്ക്രീൻസ് യൂസ് ചെയ്യാം. മോസ്റ്റ് ഓഫ് ദം ആർ വെരി വെൽ സ്റ്റഡീഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വലിയ ലോങ് ടേം സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കണം. എന്നാൽ ഈ സൺസ്ക്രീനും മോയ്സ്ചറൈസറിനൊക്കെ അതിൻ്റെതായ ഗുണം കിട്ടുള്ളൂ.